ആക്സിഡന്റിനെ കുറിച്ചാണ്. നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പം ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ അപകടങ്ങളെ മുൻകൂട്ടി കണ്ടു വേണം നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. നമ്മൾ എങ്ങനെ അപകടങ്ങളെ മുൻകൂട്ടി കാണും? ഇപ്പൊ നമ്മൾ അപകടങ്ങളെ മുൻകൂട്ടി കാണുന്നത്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സമയദോഷം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആരെ പോയി കാണും? ജോത്സ്യനെ. നിങ്ങൾ ജോത്സ്യനെ കാണാൻ പോകാറുണ്ടോ? ഇല്ല. ജോത്സ്യനെ ഇങ്ങനെ വെച്ചിട്ട് പറയും, നിങ്ങളെ സമയം കറക്റ്റ് അല്ല എന്ന് പറയും. അതുപോലെ കാർ ഓടിക്കുമ്പോൾ നമ്മൾ ഓടിക്കുന്ന കാർ അപകടത്തിൽ പെടുമോ എന്നറിയാൻ വേണ്ടി നമുക്ക് ജോത്സ്യനെ നോക്കാൻ ടൈമില്ല. നമ്മളെ കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നറിയാമോ? ഒരു കാർ ആക്സിഡന്റ് ആകുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന കാറും ദൂരെ നിൽക്കുന്ന ഒരാളുമായിട്ടല്ല അപകടത്തിൽപ്പെടുന്നത്. അപകടത്തിൽപ്പെടുമ്പോൾ നമ്മളെ കാറ് ഈ ആളിനെ ഇടിക്കും, അല്ലെങ്കിൽ നമ്മളെ കാറ് മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് എന്താവുന്നത്? അപകടത്തിൽപ്പെടുന്നത്. അപ്പൊ നമ്മൾ റോഡിലോട്ടുള്ള നോട്ടം, റോഡ് വിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും കാറിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും എങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം? റോഡിൽ. ഇതിനകത്തോട്ട് ഒരിക്കലും കുനിഞ്ഞു നോക്കരുത്. അപ്പൊ റോഡിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ അങ്ങേയറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അങ്ങേയറ്റം നമുക്ക് ക്ലിയർ അല്ല, അങ്ങേയറ്റം വരെ കാണാം. അതിനെ നമ്മൾ പറയുന്ന പേര് റോഡിൽ കാണാവുന്നുള്ള ദൂരം എന്നാണ്. അപ്പൊ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എത്ര ദൂരം റോഡിൽ കാണാൻ പറ്റുന്നുണ്ടോ അത്രയും ദൂരം നമ്മൾ റോഡിൽ നോക്കണം. ഇതിനെ നമ്മൾ കാണാവുന്നുള്ള ദൂരം എന്ന് പേര് പറയും. ഈ കാണാവുന്നുള്ള ദൂരത്തിനകത്ത് ഒരു ബസ്സിനെ നമ്മൾ കണ്ടു. അപ്പൊ നമ്മളെ മനസ്സിനകത്ത് ഒരു ബസ് അവിടെ നിന്ന് വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ ഒരു പ്രിപ്പറേഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു, നമ്മളത് അറിയുന്നില്ല. ഓക്കെ, ആ ദൂരെ നിൽക്കുന്ന ബസ് നമ്മളെ ഇടിക്കൂല, നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ വണ്ടി ഏകദേശം ഒരു 100 മീറ്റർ, നമ്മളെ കാറിൽ നിന്ന് ഒരു 100-150 മീറ്ററിനകത്ത് ഈ ബസ്സിനെ കാണുമ്പോൾ നമ്മൾ ഒരു ബസ്സിനെ കണ്ടു. ആ ബസ്സിനെ ദൂരെ വെച്ചാണ് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ കാണാവുന്നുള്ള ദൂരത്തിനകത്ത് ബസ്സിനെ കണ്ടു. നമ്മളെ മനസ്സിനകത്ത് ആ ബസ്സിന്റെ ചിത്രം പതിഞ്ഞു, ഒരു ബസ് അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ബസ് നമ്മൾ പറഞ്ഞ 150 മീറ്ററിനകത്താവുമ്പം നമ്മൾ ബസ്സിനെ ശ്രദ്ധിക്കണം. കാരണം 150 മീറ്ററിനകത്താണ് നമ്മളെ വണ്ടി എന്താകാൻ പോകുന്നത്? അപകടത്തിൽപ്പെടാൻ പോകുന്നത്. അപ്പൊ 150 മീറ്ററിനകത്ത് ഈ ബസ് വരുമ്പം നമ്മളെ കാറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഈ ബസ് നമ്മളെ കാറിൽ ഇടിക്കുമോ? ഇടിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇടതുവശം എന്ത് ചെയ്ത് കൊടുക്കണം? നിർത്തി കൊടുക്കണം. ഇങ്ങനെ റോഡിലോട്ട് നോക്കുന്ന ഒരാളിന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ വണ്ടി ഓടിച്ചു വന്നൊരു ബൈക്ക് കെയർലെസ് ആയിട്ട് ഓടി വരികയാണ്. അപ്പൊ നമ്മൾ ദൂരെ വെച്ചേ കണ്ടു, കാണാവുന്നുള്ള ദൂരത്തിനകത്ത് വെച്ച് തന്നെ ബൈക്കിനെ കണ്ടു. ബൈക്കിന്റെ വരവ് കറക്റ്റ് അല്ല. അവൻ 150 മീറ്ററിനകത്താവുമ്പോൾ നമ്മൾ അവനെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഈ 150 മീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്ന ദൂരമാണ്. 150 മീറ്ററിനകത്ത് ഈ ബൈക്ക് വന്നപ്പോൾ നമുക്കറിയാം അവൻ നമ്മളെ വണ്ടിയിൽ ഇടിക്കും, നമ്മൾ നിർത്തി. അപ്പൊ അവൻ നമ്മളെ വണ്ടിയിൽ തട്ടാതെ അങ്ങ് പോയി, വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ റോഡിൽ നമ്മൾ കാണുന്ന വിഷൻ, വ്യൂ രണ്ടായിട്ട് തിരിക്കണം. ഒന്ന്, കാണാവുന്നുള്ള ദൂരം, റോഡിൽ എത്ര ദൂരം വരെ കാണാമോ അത്രയും ദൂരം നോക്കണം. രണ്ട്, അപകടങ്ങൾ ഉണ്ടാക്കുന്ന ദൂരം, 150 മീറ്ററിനകത്തുള്ള എല്ലാ ചലിക്കുന്ന വസ്തുക്കളെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൈഡിൽ നിൽക്കുന്ന പോസ്റ്റ് എടുത്ത് കുറുകെ ചാടില്ല, പക്ഷേ സൈഡിൽ നിൽക്കുന്ന ആളെടുത്ത് ചാടിക്കളയും. സൈക്കിള് നമ്മളെ വണ്ടിയിലോട്ട് വരും, കാറ് ചിലപ്പോൾ ചാടിക്കളയും. ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്, പക്ഷെ നമ്മളെ കാറിന് ചേർന്ന് പോരും. 150 മീറ്ററിനകത്തായാൽ നമ്മൾ ആ കാറിനെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ വിചാരിക്കണം ചിലപ്പോൾ ആ കാറിന്റെ ഡോറ് തുറക്കാം. അപ്പം നമ്മൾ ആ കാറിൽ തട്ടാത്ത രീതിയിൽ വേണം പിന്നെ നമ്മൾ ആ കാറിനെ പാസ് ചെയ്യേണ്ടത്. അപ്പം 150 മീറ്ററിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ നമ്മൾ ഡ്രൈവിംഗ് എല്ലാം പഠിച്ചിട്ട് തനിച്ച് വണ്ടി ഓടിക്കുന്ന സമയം വരും. ഈ തനിച്ച് നമ്മൾ പേടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണാവുന്ന ദൂരത്തിൽ ഇപ്പോൾ ഒരു കാറിനെ കണ്ടു, അപ്പോൾ നമ്മൾ കാണാവുന്ന ദൂരമാണ്, കുഴപ്പമില്ല, പോവുകയാണ്. പക്ഷെ അത് 150 മീറ്ററിനകത്തായപ്പോൾ നമ്മളെ മനസ്സിനകത്ത് പേടി തോന്നി. നമ്മൾ കാറിനെ അങ്ങ് നിർത്തി, ആ കാറങ്ങ് പോയി, നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത വണ്ടിയെ കണ്ടു, കാണാവുന്ന ദൂരത്തെ വെച്ചാണ് കണ്ടത്. പിന്നെ അത് അപകടം ഉണ്ടാക്കുന്ന ദൂരം 150 മീറ്ററിനകത്തായി, നമുക്ക് വീണ്ടും പേടിയായി, നമ്മൾ വണ്ടിയെ നിർത്തി, ആ വണ്ടിയൊക്കെ പോയി. വീണ്ടും നമ്മൾ കൊണ്ടുപോയി മറ്റൊരു കാറിനെ കണ്ടു, കാണാവുന്ന ദൂരം, അത് 150 മീറ്ററിനകത്തായപ്പം നമ്മളെ മനസ്സ് പറഞ്ഞു കുഴപ്പമില്ല, നമ്മളെ വണ്ടിയിൽ തട്ടൂല, നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ കൊണ്ടുപോയി, അപകടമില്ലാതെ കൊണ്ടുപോയി. ഈ ഒരു എക്സസൈസിലൂടെ മാത്രമേ നമുക്ക് നാളെ തനിച്ച് കാർ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ കാർ തനിച്ച് ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൽ തട്ടാൻ സാധ്യത ഉണ്ടോ എന്ന്
നമ്മൾ മറ്റൊരു വണ്ടിയുമായി കമ്പയർ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് 150 മീറ്ററിനകം. ഇങ്ങനെ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴെല്ലാം ഈ 150 മീറ്ററിന് ഇപ്പുറം ക്ലിയർ ചെയ്ത് ഓടിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ വാഹനം അപകടത്തിൽപ്പെടില്ല. അങ്ങനെ അപകടത്തിൽപ്പെടാൻ പോകുന്നുവെങ്കിൽ നമുക്ക് നേരത്തെ അത് തിരിച്ചറിയാൻ കഴിയും.